അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, ഒരാൾ പറഞ്ഞതാ, വളരെ അടുപ്പമുള്ള ഒരാൾ, അയാളുടെ ജന്മദിനമായിരുന്നു കഴിഞ്ഞ ദിവസം. കുറേ ആശംസകൾ മെസ്സേജുകളായി വരാൻ തുടങ്ങി. വാട്സപ്പിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഒക്കെ കുറേ ബർത്ത്ഡേ വിഷസ് അദ്ദേഹത്തിന് വരാൻ തുടങ്ങി. അപ്പോൾ ആ വ്യക്തി നോക്കുമ്പോൾ ആ മെസ്സേജുകളുടെയൊക്കെ കൂട്ടത്തിൽ ഒത്തിരി സന്തോഷം അദ്ദേഹത്തിന് നൽകിയൊരു മെസ്സേജ് അദ്ദേഹം കണ്ടു. ഒത്തിരി സന്തോഷം എന്ന് വെച്ചാൽ ഒത്തിരി സന്തോഷം. അത്രയും മെസ്സേജുകൾ വന്നിട്ട് ആ ഒരൊറ്റ മെസ്സേജിൽ അത്രയും ഹാപ്പിനെസ് അദ്ദേഹത്തിന് ഫീൽ ചെയ്തു എന്നുള്ളതാണ് പറഞ്ഞത്. അദ്ദേഹം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മെസ്സേജ്. അത് ആരുടേതായിരുന്നു എന്നറിയാമോ? അദ്ദേഹം ആദ്യം സ്നേഹിച്ചിരുന്ന ആ വ്യക്തിയുടെ മെസ്സേജാണ്. പക്ഷേ ആ ബർത്ത്ഡേ വിഷസ് അയച്ച എല്ലാവർക്കും അദ്ദേഹം റിപ്ലൈ കൊടുത്തു. ഈ ഒരു വ്യക്തിക്ക് മാത്രം അദ്ദേഹം റിപ്ലൈ കൊടുത്തില്ല. എന്നാൽ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് തോന്നിയത് ആ ഒരു മെസ്സേജ് കണ്ടപ്പോഴാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് മാത്രം റിപ്ലൈ കൊടുക്കാതായപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് അതെങ്ങനെ ചെയ്യാതിരുന്നതെന്ന് ചോദിച്ചപ്പോൾ പറയാം, ചിലപ്പോൾ താൽക്കാലികമായി ആ ഒരു നിമിഷത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും, ഞാനതിന് റിപ്ലൈ കൊടുക്കും. ചിലപ്പോൾ അത് എനിക്ക് തിരിച്ച് റിപ്ലൈ തരും. പിന്നീട് അത് എൻ്റെ സമാധാനം കളയുന്നതായി വരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരിയാണ്. നമ്മൾ പിന്നീട് കണ്ടിന്യൂസ് അങ്ങോട്ട് മെസ്സേജ് അയക്കൽ ഇങ്ങോട്ട് മെസ്സേജ് അയക്കൽ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് അത്രയും സന്തോഷം ആ ഒരു മെസ്സേജ് കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നണമെങ്കിൽ അത്രയും ആഴത്തിൽ അവർ തമ്മിൽ പ്രണയിച്ചിട്ടുണ്ടാവണം. അപ്പോൾ അതൊക്കെ ബ്രേക്കപ്പായി എല്ലാം കഴിഞ്ഞ് അദ്ദേഹം ഇപ്പോൾ ഒരു പുതിയ ജീവിതത്തിൽ കിടന്ന് ആ ജീവിതം സന്തോഷമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനൊരു മെസ്സേജ് വന്ന് അതിന് റിപ്ലൈ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അദ്ദേഹം പല കാര്യങ്ങളും ഒളിക്കേണ്ടതായിട്ട് വരും, പല കാര്യങ്ങളും മറച്ചു വെക്കേണ്ടതായിട്ട് വരും. അത് പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടും എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലേ? എന്ത് ഭംഗിയാണല്ലേ ആ വാക്കുകൾ കേൾക്കാൻ. എന്ന് പറഞ്ഞാൽ നിമിഷരസങ്ങളല്ല എന്നാണ് പറയണത്, അല്ലേ? മനസ്സമാധാനമാണ്, അല്ലേ? അങ്ങനെയല്ലേ? നമുക്ക് സന്തോഷം എന്ന് പറയണത് അപ്പോഴത്തേക്കുള്ള ഒരു ഇത് മാത്രമല്ല, നമ്മൾക്ക് ലൈഫ് ലോങ് നമുക്ക് വേണ്ട ഒരു മനസ്സമാധാനം കൂടിയാണ് സന്തോഷം എന്ന് പറയണത്. ഒരു പെൺകുട്ടി കുട്ടിക്കാലം മുതലേ അവളുടെ മനസ്സിൽ ഒരു വലിയ രഹസ്യം കൊണ്ട് നടക്കുന്നുണ്ട്. വളരെ അടുപ്പമുള്ള ഒരാളിൽ നിന്ന് അവൾക്ക് നേരിടേണ്ടി വന്ന കുറച്ച് വിഷമങ്ങളാണ് ചെറുപ്പകാലത്ത്. ആ വിഷമങ്ങൾ അവൾ വളർന്ന് വലുതായപ്പോഴും അവളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അതിങ്ങനെ കല്ലായിട്ട് കിടക്കണേണ്. കല്യാണം കഴിഞ്ഞു. ഇപ്പോൾ അവൾ അലട്ടുന്ന പേടി എന്ന് വെച്ചാൽ ഈ കാര്യങ്ങളെല്ലാനും അവളുടെ ഹസ്ബൻഡ് അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താകും അവസ്ഥ എന്നാലോചിച്ചിട്ടാണ്. അദ്ദേഹം എന്നെ ഒഴിവാക്കുമോ, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ എൻ്റെ ജീവിതം തന്നെ അതിൻ്റെ പേരിൽ പ്രശ്നത്തിലാകുമോ എന്നൊക്കെയാണ് അവളുടെ ഇപ്പോഴത്തെ പേടി, അവൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ. ആ പേടി അവൾക്ക് എവിടം വരെ എത്തിയെന്നറിയോ? രാത്രി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ ഉറങ്ങില്ല, അവൾക്ക് ഉറക്കം വരില്ല. അഥവാ അവൾ അറിയാതെ എങ്ങാനും ഉറങ്ങിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾക്ക് പേടി, ഉറക്കത്തിൽ ഞാൻ എന്തെങ്കിലും വിളിച്ച് പറയോ, എൻ്റെ ഹസ്ബൻഡ് അറിയോ, അങ്ങനെയൊക്കെ ആലോചിച്ച് അവൾക്ക് പേടി. ആ ഒരു സിറ്റുവേഷൻ, അവളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ ആ ഒരു രീതിയിലായിക്കൊണ്ടിരിക്കും. നമ്മൾക്കറിയാം, ഇപ്പോൾ ഒരു ദിവസം ഒരു ഫുള്ള് നമ്മളൊന്ന് ഉറങ്ങാതെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മളുടെ അവസ്ഥ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമായിരിക്കും, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ 3-4 ദിവസമൊക്കെ അവൾ ഉറക്കൊഴിച്ച് ഇരിക്കുകയാണ്. പേടി, ഇതെന്തായിരിക്കും, ഹസ്ബൻഡ് അറിഞ്ഞു കഴിഞ്ഞാൽ നടക്കാമെന്നുള്ള കാര്യം ഇങ്ങനെ ഉറക്കമില്ലാത്ത കുറേ ദിവസങ്ങൾ, അല്ലേ? കുറേ രാത്രികളൊക്കെ ഇങ്ങനെ കടന്നു പോയിപ്പോൾ അവളൊരു ഹീലറുടെ അടുത്ത് എത്തുന്നു. അവൾ തന്നെ സ്വയം തീരുമാനിച്ച് ഒരു കൗൺസിലറിൻ്റെ അടുത്ത് എത്തി. അത് ഇങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ, ഇതിനൊരു പരിഹാരം കാണണം, ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ സ്വയം തന്നെ തീരുമാനിച്ചു, ഒരു ഹീലർ കാണാൻ അവൾ തീരുമാനിച്ചെത്തി. ആ ഹീലറോട് അവളുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി.
അവളുടെ ഉള്ളിൽ അത്രയും നാൾ കല്ല് പോലെ പതിഞ്ഞ് കിടക്കണ ആ ഒരു സങ്കടകരമായ ഒരു വിഷമം ഉണ്ടായിരുന്നു. ആ വിഷമം അവൾ അവിടെ ഹീലറോട് പറഞ്ഞു. അവളുടെ ലൈഫിൽ നടന്നേക്കണ കാര്യം എന്താണെന്നും അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നും ഇനി മുന്നോട്ട് എന്താണ് സംഭവിക്കണമെന്ന് അറിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അവൾ ഹീലറോട് പറഞ്ഞതിന് ശേഷം ഹീലർ പതിയെ അവളെ സമാധാനിപ്പിച്ച് അവളെ ലൈഫിലോട്ട് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം പതിയെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇവളുടെ ഭർത്താവ് ഈ ഹീലറുടെ അടുത്ത് തന്നെ വന്ന് ഇവളിങ്ങനെ എന്താണ് ആ ഭർത്താവ് ഹീലറോട് ചോദിക്കുകയാണ്, എൻ്റെ ഭാര്യയ്ക്ക് എന്താണ് സംഭവിച്ചത്, എന്താണ് പ്രശ്നം, അയാൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അവളെ, എനിക്കത് അറിയണം, എന്താണ് എൻ്റെ വൈഫിൻ്റെ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് എനിക്കറിയണം, അത് എന്നോട് പറയാൻ ഹീലറോട് ഹസ്ബൻഡ് പറയുകയാണ്. അപ്പം ഞാനിത് പറയണതിൻ്റെ ഇടയിൽ എൻ്റെ ഹീലർ എണീറ്റുട്ടാ. ഇയാൾ ഉറങ്ങിയായിരുന്നു. ആ ഉറങ്ങുന്ന സമയത്താണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത്. പിന്നെ മടിയിൽ നിന്ന് ഇറങ്ങണില്ല. അപ്പം നമ്മൾ പറഞ്ഞു നിന്നിരുന്നത് ഹസ്ബൻഡ് ഹീലറുടെ അടുത്ത് ചെന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എൻ്റെ വൈഫിന് എന്താ പറ്റിയത്, എന്താണ് എൻ്റെ വൈഫിൻ്റെ പ്രശ്നമെന്ന് ഹീലറോട് ഹസ്ബൻഡ് ചോദിച്ചപ്പോൾ ഹീലർ പറഞ്ഞു കൊടുക്കുകയാണ്, തൻ്റെ വൈഫിന് കുട്ടിക്കാലത്ത് വളരെ സങ്കടകരമായ ഒരു വിഷമം വന്നായിരുന്നു. അപ്പോൾ ഇതിന്ന് ആളിപ്പോഴും റിക്കവർ ആയിട്ടില്ല. ആ ഒരു വിഷമമാണ് ആളുടെ ഉള്ളിൽ ഇപ്പോഴും കിടക്കണ എന്നാണ് ഹീലർ ഹസ്ബൻഡിനോട് പറഞ്ഞത്. അപ്പോൾ ഹീലറുടെ അടുത്ത് അത് ചോദിച്ച് ഹസ്ബൻഡ് പോന്നു. പിറ്റേ ദിവസം ഇവര് ഭാര്യയും ഭർത്താവും കൂടി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഈ ഹസ്ബൻഡും വൈഫും കൂടി കാറിൽ പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനിടയിൽ അവർ സംസാരത്തിൽ എന്തോ ഒരു ചെറിയ പ്രശ്നം നടന്നു. ആ ഒരു പ്രശ്നം നടന്നപ്പോഴേക്കും ഈ വൈഫ് ഭയങ്കരമായിട്ട് കരയണിരുന്നു. ഒരു കുഞ്ഞു കാര്യം ഭയങ്കരമായിട്ട് കരഞ്ഞു. അപ്പം പെട്ടെന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഹസ്ബൻഡ് വൈഫിനോട് ചോദിച്ച്, ടെൻഷൻ ആകണ്ട, തൻ്റെ മനസ്സിൽ ഇപ്പോഴും തൻ്റെ ലൈഫിൽ നടന്നേക്കണ ഏതോ ഒരു പഴയ ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്താണ് താൻ ഇപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതിന് ടെൻഷൻ ആവണ്ട എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വൈഫിൻ്റെ വിഷമം ഇരട്ടിയായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കരഞ്ഞുകൊണ്ടിരിക്കണേലും കൂടുതൽ ഇതിൽ ഒന്നും കൂടിയും കരയാൻ തുടങ്ങി. അത്രയും ടെൻഷനായി ആൾ. കുറേ കരഞ്ഞ് അവസാനം ഈ നടന്നേക്കണ കാര്യങ്ങളൊക്കെ ഈ ഹസ്ബൻഡിനോട് ഈ വൈഫ് തുറന്ന് പറയാനുണ്ടായത്. എല്ലാവരും അതുവരെ നടന്നേക്കണ ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാവരും തുറന്നു പറഞ്ഞു. അവൾ ആ രഹസ്യം അയാളോട് വെളിപ്പെടുത്തി. ഇനി നമ്മുടെ ലൈഫിൽ എന്ത് വന്നാലും കുഴപ്പമില്ല, നിങ്ങൾ എന്നെ ഒഴിവാക്കിയാലും കുഴപ്പമില്ല, ഇനി ഇതെനിക്ക് നിങ്ങളോട് മറച്ചു വെക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവളുടെ അത്രയും നാൾ അവളുടെ മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ആ ഒരു വിഷമം അദ്ദേഹത്തോട് തുറന്നു പറഞ്ഞു അവളെല്ലാവരും. ഇത് കേട്ട് അയാളും കരഞ്ഞു. ആ മനുഷ്യൻ്റെ നെഞ്ചിലോട്ട് ചാഞ്ഞി കിടന്നിട്ട് അവൾ തേങ്ങി കരയാണ്. പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് കരയാണ് ഉണ്ടായത്. അവിടെ കുഞ്ഞിനെ പോലെ അവൾ അയാളെ കെട്ടിപ്പിടിച്ച് നിന്ന് കരയാണ്. 2 ദിവസം അയാൾ ജോലിയിൽ നിന്ന് ലീവ് എടുത്തു. ഈ 2 ദിവസം ഫുള്ള് അവളുടെ കൂടെ അയാൾ ഇരുന്നു. അവൾക്ക് ധൈര്യം കൊടുത്തു, ഒപ്പം കരഞ്ഞു, അവളെ ആശ്വസിപ്പിച്ചു. പിറ്റേ ദിവസം അയാളെ ഹീലറുടെ അടുത്ത് വന്നിട്ട് പറയാണ്, എന്നോട് ഈ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞത് എൻ്റെ ഭാര്യയായിട്ട് എനിക്ക് തോന്നിയില്ല. എൻ്റെ ഒരു മകള് എന്നോട് ഈ വിഷമം പറഞ്ഞ് പൊട്ടിക്കരയണ ഒരു ഫീലായിരുന്നു അന്നേരം അയാൾക്ക് തോന്നിയത് എന്നാണ് ഹീലറോട് അദ്ദേഹം പറഞ്ഞത്. വേറൊന്നുമല്ല നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് മനസ്സ് എന്തിനാണ് അല്ലേ? നമ്മളുടെ കൂടെയുള്ള ആള് അല്ലേ, ആരാണെങ്കിലും അവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമുക്ക് മനസ്സ് എന്ന് പറയുന്നത് അല്ലേ? നമ്മളുടെ കൂടെ ഉള്ളവരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും കൂടി ഉള്ളതാണ് നമ്മുടെ മനസ്സ്.
നമ്മളുടെ കൂടെ ഉള്ളവരോട് നമ്മൾ രഹസ്യങ്ങളൊന്നും സൂക്ഷിക്കാതിരിക്കുക. എന്താണെങ്കിലും നമ്മൾ തുറന്ന് പറയുക. ചിലപ്പോൾ അത് നമ്മളെ മനസ്സിലാക്കാൻ കഴിവുള്ളവരാണെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടാവും. നമുക്ക് തെറ്റ് പറ്റണതും നമ്മളത് മനഃപൂർവ്വം ചെയ്യണതും അത് എന്താണെങ്കിലും അവർക്ക് മനസ്സിലാകും എന്നാണ് എനിക്ക് മനസ്സിലായേക്കണത്. അപ്പോൾ ഇതൊരു മോട്ടിവേഷൻ ക്ലാസ് ആയിട്ട് പറയാനും എടുക്കാനും ഒക്കെ ഉള്ള ഒരറിവൊന്നും എനിക്കില്ല. ഞാനത് എൻ്റെ ഒരു ഫ്രണ്ടാണ് എൻ്റെ അടുത്ത് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ അത് നല്ലതാണ്, നിങ്ങളോടും കൂടി ഷെയർ ചെയ്യുക എന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാനത് എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ആ പെൺകുട്ടി ഇത് തുറന്നു പറയാതെ കാലം വരെയും ഇങ്ങനെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കുകയായിരുന്നെങ്കിൽ അവരുടെ ലൈഫിൽ പിന്നീട് നടന്നിട്ടുണ്ടാവണ ഒരു സംഭവം എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ ലൈഫിൽ എന്താണ് നമ്മൾക്ക് വിഷമഘട്ടമാണെങ്കിലും സന്തോഷമാണെങ്കിലും നമ്മളുടെ പാർട്ട്ണറോട് നമ്മളത് തുറന്നു പറയാം. എന്നിട്ട് സന്തോഷമായിട്ട് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക. അതാണ് ഏറ്റവും നല്ല കാര്യം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചെറിയ ചെറിയ കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളുടെ സൗണ്ടും അതും ഇതൊക്കെ മാക്സിമം ഞാൻ നല്ല രീതിയിലത് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. എനിക്ക് ഇതിങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ അറിയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു മോട്ടിവേഷനറൊന്നുമല്ല. ഈ ഒരു കാര്യം എനിക്ക് വല്ലാതെ എൻ്റെ ഹാർട്ടിൽ ടച്ച് ചെയ്ത ഒരു കാര്യം, അത് നിങ്ങളോടും കൂടി എനിക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയിട്ട് ചെയ്യുന്നൊരു വീഡിയോ, ഇതത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണണം. അപ്പോൾ ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും. പിന്നെ ഒരു വീഡിയോയിൽ നമുക്ക് പിന്നെ കാണാം. ഓക്കെ.